ആസ്വാദകനുമിടയിൽ തിരയും തീരവും പോലെ പിരിയാത്തൊരാത്മബന്ധമുണ്ട്. നിരവധി സാറ്റലൈറ്റ് ചാനൽ പ്രോഗ്രാമുകളുടെ അവതാരകൻ, ഇളമ്പയിൽ, നന്മമരം തുടങ്ങിയ സിനിമകളിൽ നായകവേഷം കൈകാര്യം ചെയ്ത കലാകാരൻ, സിനിമാ സീരിയൽ രംഗത്ത് നിറസാന്നിധ്യമായി 15 വർഷത്തെ കലാസഭയിലൂടെ ചാനൽ ആങ്കർ എന്ന നിലയിൽ റാംനസീൽ KP എന്നീ പ്രതിഭാധനരുടെ പേരിലുള്ള പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടി ദേശത്തും വിദേശത്തും നിരവധി പ്രോഗ്രാമുകളുടെ അവതാരകനായി ആസ്വാദക മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന എന്നും കലയെയും കലാകാരന്മാരെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന നിങ്ങളുടെ നിറഞ്ഞ സ്നേഹത്തിലേക്ക് പ്രോഗ്രാം അവതരണത്തിനായി സ്വാഗതം ചെയ്യുന്നു ശ്രീ സുമിത് രാഘവ്. ഗുഡ് ഈവനിങ്, നമസ്കാരം. അച്ഛോ, ആരും നമസ്കാരം തിരിച്ചു പറയണില്ല കേട്ടോ. ആരും നമസ്കാരം തിരിച്ചു പറയണില്ല കേട്ടോ. അതാണ് അവിടെയും വേണം നമ്മുടെ പയ്യൻ. അതാണ് ഉഷാറെന്ന് പറയുന്നത്. നമുക്കൊരു കാര്യം ചെയ്യും, നമസ്കാരമൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടി തൃശ്ശൂർ പൂരത്തിനൊക്കെ വെടിക്കെട്ട് പൊട്ടണ പോലെ ഒരു ഗംഭീര സമ്മാനം, നല്ലൊരു കയ്യടി ഒന്ന് ഉഷാറായിട്ട് എല്ലാവരും നന്നായിട്ട് കയ്യടിക്കും. പിന്നെ ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് കയ്യടിക്കുന്നവർക്ക് സ്പെഷ്യൽ സമ്മാനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ഓക്കെ. അപ്പൊ എന്തായാലും നന്നായിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു നാടിന്റെ ആഘോഷത്തിന് വേണ്ടി നമുക്ക് ഏത് ദേവാലയങ്ങളാണെങ്കിലും, ദേവാലയങ്ങൾ എന്ന് പറയുന്നത് ചൈതന്യങ്ങൾ ഒളിച്ചു കിടക്കുന്ന ഒരു കൂടാരമാണ്. ഒരു നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, നാട്ടുകാരുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഈ പ്രത്യേകിച്ചും ഈ കൂടാരങ്ങളിൽ നമ്മൾ പ്രാർത്ഥന, ഏത് മതങ്ങൾക്കപ്പുറത്തും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിനപ്പുറത്തും ഒരു സ്നേഹബന്ധവും ഒരു കൂട്ടായ്മയും ഇവിടെ കാണുന്നുണ്ട്. വന്നപ്പോ തന്നെ ഒരു അതിശയം തോന്നി. എന്താണെന്നറിയോ, നമുക്ക് ലഭിച്ചതിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു വേദിയാണ് ഇന്ന് കണ്ണൂർ ചാനൽ ബ്രദേഴ്സിനോട് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആഘോഷങ്ങളുടെ, പ്രത്യേകിച്ചും ഒരുപാട് നല്ല സ്നേഹങ്ങൾ, നല്ല സൗഹൃദങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന ഈ ഒരു സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം എടപ്പുഴ സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാൾ മഹോത്സവത്തോട് അനുബന്ധിച്ചിട്ടാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ആഘോഷങ്ങളൊക്കെ? എല്ലാവരും ഹാപ്പിയാണോ? ഹാപ്പി ആണല്ലോ മക്കളെ? ഹാപ്പി ആണെങ്കിൽ എന്റെ മക്കള് മാത്രം കൈയടി തന്നേ, ഗംഭീരമായിട്ട് ഉഷാറായിട്ട് കൈയടി തന്നേ. നിങ്ങളാണ് നമ്മുടെ പവർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ നമ്മുടെ പരിപാടി തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങളുടെ നല്ല കൈയടിയും പ്രോത്സാഹനമൊക്കെ നമ്മുടെ ഈ ഒരു കൊച്ചു കലാവിരുന്നിനും ഉണ്ടാകും എന്ന പ്രതീക്ഷയോട് കൂടിയാണ് നമ്മുടെ ഒരു യാത്ര ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് കരിക്കോട്ടക്കരി എന്ന് പറയുന്ന പല മേഖല, പ്രത്യേകിച്ചും ബിസിനസ് മേഖലകളിലേക്ക് ഒരുപാട് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള കരിക്കോട്ടക്കരി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഒരുപാട് വർഷക്കാലമായിട്ട് നമുക്ക് പരിചയമുള്ള ഒരു സുന്ദരമായിട്ടുള്ള ഒരു നാമധേയം. അതാണ് ഗ്രേസ് ഫുട്വെയർ ആൻഡ് ഫാൻസി കരിക്കോട്ടക്കരി എന്ന് പറയുന്നത്. അവരാണ് ഇന്ന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ അതിന്റെ പ്രിയപ്പെട്ട രാജു ആലപ്പറമ്പ്, അതുപോലെ തന്നെ സജി ആലപ്പറമ്പിന് ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം തിരുവനന്തപുരത്തും അതുപോലെ തന്നെ എറണാകുളത്തൊക്കെ വരുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന പ്രോഗ്രാമുകളൊക്കെ കണ്ടവരായിരിക്കും. നമുക്ക് ചിലപ്പോഴെങ്കിലും 100 ചാനലും അതിൽ 1000-ഓളം പ്രോഗ്രാമുകളുണ്ട്. ഏത് ചാനൽ കാണണം, ഏത് പ്രോഗ്രാം കാണണം എന്നൊക്കെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു പരിപാടി സ്റ്റേജ് പ്രോഗ്രാം വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ന്യൂജൻ കാലഘട്ടത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ എപ്പോഴും നിങ്ങളുടെ കയ്യടിയാണ് വേണ്ടത്. തീർച്ചയായിട്ടും ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഒരു പരിപാടിയല്ല, ഒരു കൊച്ചു പരിപാടിയാണ്. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പ്രിയപ്പെട്ട താരങ്ങളൊക്കെയാണ് ഇന്ന് വേദിയിൽ വരുന്നത്. ഇവിടെ ലാലേട്ടൻ ഫാൻസ് ഉണ്ടെന്ന് കയ്യടിച്ചേ, മമ്മൂക്ക ഫാൻസ് എന്ന് കയ്യടിച്ചേ. അച്ഛൻ രണ്ടാളത് ഫാൻസ് ആണല്ലേ? ശരി. അപ്പൊ എന്തായാലും ലാലേട്ടനും മമ്മൂക്കൊക്കെ വരുന്നുണ്ട്. ഫാദർ പറഞ്ഞതുപോലെ ഒരുപാട് കലാവിഭവങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു യാത്രയിൽ കണ്ണൂർ ചാനൽ ബ്രദേഴ്സ് നോൺ സ്റ്റോപ്പ് എന്റർടൈൻമെന്റ് ഷോയിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അധികം സംസാരങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. ഈ ഒരു യാത്ര തുടങ്ങുമ്പോൾ തന്നെ മനോഹരമായിട്ട്, നമുക്കറിയാം വേദി സുന്ദരമാകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഡാൻസ് പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. അത് പ്രത്യേകിച്ച് ഫ്യൂഷൻ ഡാൻസ് ആകുമ്പോൾ ആ വേദിയുടെ സൗന്ദര്യം പൂർണ്ണമായിട്ടും നമുക്ക് അത് മനസ്സിലാക്കാം, സാധിക്കും. ആ ഡാൻസേഴ്സിന് ഒരു ഫ്യൂഷൻ ഡാൻസോട് കൂടിയാണ് കണ്ണൂർ ചാനൽ ബ്രദേഴ്സിന്റെ നോൺ സ്റ്റോപ്പ് എന്റർടൈൻമെന്റ് ഷോ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. ചാനൽ നമുക്ക് ഒരുപാട് ചാനൽ, ഫ്ലവേഴ്സ് കോമഡി ഉത്സവം എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ അനവധി പ്രോഗ്രാമിലൂടെ ഒക്കെ നമുക്ക് പരിചയമുള്ള ഒരു ടീമാണ് ഇവിടെ ഡാൻസ് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇന്ന് പ്രഗത്ഭരായിട്ടുള്ള താരങ്ങളുടെ കൂടെ നിരവധി, എനിക്ക് തോന്നുന്നു അവാർഡ് നൈറ്റിൽ പോലും ഡാൻസ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട താരങ്ങളുടെ മനോഹരമായിട്ടുള്ള ഒരു ഫ്യൂഷൻ ഡാൻസോട് കൂടി കണ്ണൂർ ചാനൽ ബ്രദേഴ്സിന്റെ ഒരു യാത്ര നോൺ സ്റ്റോപ്പ് എന്റർടൈൻമെന്റ് ഷോ ഇവിടെ ആരംഭിക്കാൻ
ആരംഭിക്കാൻ പോവുകയാണ്. ഒന്നുകൂടി നിങ്ങളുടെ സ്നേഹം, പ്രോത്സാഹനം തീർച്ചയായിട്ടും ഉഷാറായിട്ട് നന്നായിട്ടൊന്ന് കൈയടിച്ചേ. ഗംഭീരമായിട്ട് കൈയടിക്കലും ചോദിച്ചു വാങ്ങേണ്ടതില്ല. ഇനി നമ്മൾ ഇവിടെ തുടങ്ങാൻ പോവാണ്. അപ്പൊ എന്തായാലും ഒരു ഫ്യൂഷൻ ഡാൻസോട് കൂടി കണ്ണൂർ ചാനൽ ബ്രദേഴ്സ് ഒരുക്കുന്ന നോൺ സ്റ്റോപ്പ് എന്റർടൈൻമെന്റ് ഷോ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി അവർക്കൊന്ന് വെൽക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റ്, സ്റ്റേജിലേക്ക് വരുന്ന ലൈറ്റ് ഒന്ന് ദയവ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്യുക. യെസ്, അപ്പൊ എന്തായാലും കണ്ണൂർ ചാനൽ ബ്രദേഴ്സ് പ്രൗഡ്ലി പ്രസൻസ് നോൺ സ്റ്റോപ്പ് എന്റർടൈൻമെന്റ് ഷോ ഒരു മനോഹരമായുള്ള ഒരു ഫ്യൂഷൻ ഡാൻസോട് കൂടി ഇവിടെ ആരംഭിക്കുന്നു. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി